മധ്യ കേരളത്തിൽ ഒരു ആനപ്രേമിയെ സംബന്ധിച്ച് തിരുവോണമെന്നാൽ അത് തൃക്കാക്കരയിലെ ഉത്സവം തന്നെയാകും. ഓണത്തിരക്കിനിടയിലും തൃക്കാക്കര വരെ വന്ന് ആനപ്പറമ്പിലേക്ക് ഒന്ന് എത്തി നോക്കിയിട്ട് പോകാത്ത ആനപ്രേമികൾ വിരളം തന്നെയായിരിക്കും. കേരളത്തിലെ തന്നെ മികച്ച ആനകളുടെ സാന്നിധ്യത്താൽ പ്രശസ്തമാണ് ഇവിടുത്തെ ആനയെഴുന്നള്ളിപ്പ്. ഇക്കുറിയും പതിവ് തെറ്റിയിട്ടില്ല. കേരളത്തിലെ തന്നെ മികച്ച 9 ഗജവീരന്മാരാണ് ഉത്സവത്തിന് പകിട്ടേകുവാൻ തൃക്കാക്കരയിലേക്ക് എത്തിയിരിക്കുന്നത്. രാവിലെ തന്നെ ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ ആനകൾ എഴുന്നള്ളിപ്പിനായി കുളിച്ചൊരുങ്ങുകയാണ്. ഇക്കുറി തൃക്കാക്കരയിലെ തിരുവോണ ഉത്സവത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഗുരുവായൂരപ്പൻ്റെ ആനകളിൽ ശരീരവലിപ്പം കൊണ്ടും ആകാരഭംഗി കൊണ്ടും പൂരപ്പറമ്പുകൾക്ക് പ്രിയങ്കരനായിക്കൊണ്ടിരിക്കുന്ന ഗുരുവായൂർ ബാലകൃഷ്ണൻ ആനയുടെ എഴുന്നള്ളിപ്പിലെ നെടുനായകത്വം. അതുതന്നെയാണ് ആ ഒരു പ്രത്യേകത. ആയിരത്തി 1975 കുറ്റ്യാടിയിൽ നാട്ടിൽ ജനിച്ച ആനയാണ് ബാലകൃഷ്ണൻ. അന്നിവൻ്റെ പേര് ബഷീർ എന്നായിരുന്നു. കോഴിക്കോട് സ്വദേശി രാധാകൃഷ്ണനാണ് ആനക്കുട്ടിക്ക് 1 വയസ്സുള്ളപ്പോൾ ഗുരുവായൂരമ്പലത്തിലേക്ക് നടക്കിരുത്തിയത്. ഉടമയുടെ ഇഷ്ടപ്രകാരം ആനക്കുട്ടിക്ക് ബാലകൃഷ്ണൻ എന്ന് നാമകരണം ചെയ്തു. തീരെ ചെറുപ്രായത്തിൽ തന്നെ ക്ഷേത്രത്തിലേക്കെത്തിയ ആനയായതുകൊണ്ട് തന്നെ നന്നേ ലാളിച്ചു തന്നെയാണ് ബാലകൃഷ്ണനെ പാപ്പാന്മാർ പരിപാലിച്ചു വന്നത്. അങ്ങനെ ബാലകൃഷ്ണൻ വളർച്ചയുടെ പടവുകൾ താണ്ടുന്നതിനിടയിലാണ് ആ ഒരു സത്യം മനസ്സിലാക്കിയത്. അതെ, ആനക്കുട്ടി ഒരു മോഴയാനയാണ് എന്ന സത്യം. എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു ആനയാണ് ബാലകൃഷ്ണൻ. നിലം മുട്ടുന്ന തുമ്പിയും ഉയർന്ന തലക്കുന്നിയും വായുകുംഭവും ഭംഗിയാർന്ന മദഗിരിയും എല്ലാം ചേരുംപടി ചേർന്നിരിക്കുന്നു. ആ 2 കൊമ്പുകൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ ആനകളിൽ പ്രഥമസ്ഥാനീയൻ ഇവൻ തന്നെ ആയിരുന്നേനെ. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടെന്ന് പറയുന്നത് വെറുതെയല്ല. ആശയങ്ങൾ പലതും മനസ്സിലുദിച്ചേക്കാം, എന്നാൽ അത് പ്രാവർത്തികമാക്കുന്നിടത്താണ് ഓരോ വിജയങ്ങളും കാത്തിരിക്കുന്നത്. ചേർത്തല സ്വദേശി സുമലാൽ ബാലകൃഷ്ണനിൽ ഒന്നാമനായി ചാർജെടുത്ത ശേഷം മനസ്സിലുദിച്ച ഒരു ആശയം. അത് മാരാരിക്കുളം സ്വദേശി വിപിൻ്റെ കരവിരുതിലൂടെ പ്രാവർത്തികമാക്കിയപ്പോൾ ബാലകൃഷ്ണൻ ലഭിച്ചത് 1 ജോഡി ഫൈബർ കൊമ്പുകൾ. അതിനുശേഷം ഇന്നിപ്പോൾ വടക്കൻ പറവൂർ ചക്കുമരശ്ശേരി സ്വദേശി വിപിൻ രാജ് നിർമ്മിച്ച ഫൈബർ കൊമ്പുകൾ വെച്ചാണ് ബാലകൃഷ്ണൻ പൂരപ്പറമ്പുകളിൽ സജീവമാകുന്നത്. അത് ഒരു നിയോഗത്തിലേക്കുള്ള ചുവടുവെപ്പിൻ്റെ ആദ്യഘട്ടം ആയിരുന്നു. ഇതിനെല്ലാത്തിനുമുപരി സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും കൂടിയായപ്പോൾ ബാലകൃഷ്ണൻ ഇന്ന് ആനക്കേരളത്തിലെ തികഞ്ഞൊരു എഴുന്നള്ളിപ്പാനയായി മാറിയിരിക്കുന്നു. അഷ്ടമിരോഹിണിക്ക് ഗുരുവായൂരപ്പൻ്റെ സ്വർണ്ണക്കോലം ശിരസിലേറ്റി തുടങ്ങിയ ബാലകൃഷ്ണൻ എന്ന തിടമ്പാനയുടെ ജൈത്രയാത്ര ഇന്ന് തൃക്കാക്കരയിലെ തിരുവോണ ഉത്സവം വരെ എത്തി നിൽക്കുന്നു. ഇത് ഒരു നിയോഗം തന്നെയാണ്. ഗുരുവായൂരപ്പൻ്റെ ആന എന്നതിനപ്പുറം മറ്റൊരു വിശേഷണവും ഈ നിയോഗത്തിന് ആവശ്യമില്ല.
തൃക്കാക്കര വാമനമൂർത്തിയുടെ കോലം ശിരസിലേറ്റി എഴുന്നള്ളി നിന്ന ഗുരുവായൂർ ബാലകൃഷ്ണൻ ആന. ആനപ്രേമികളെ സംബന്ധിച്ച് ആ ഒരു കാഴ്ച ഏറെ പ്രൗഢഗംഭീരമായ കാഴ്ചയായി മാറി. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താൽ അവസരങ്ങൾ ഇനിയും അവനെ തേടിയെത്തട്ടെ. ബാലകൃഷ്ണൻ്റെ എഴുന്നള്ളിപ്പ് കാഴ്ചകൾക്കും വിശേഷങ്ങൾ തേടിയും ഇനിയും ആനത്താരയിലൂടെ സഞ്ചരിക്കാം.